സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഉടനുണ്ടാകുമെന്ന് റിയാദ് സഹായ സമിതി അറിയിച്ചു. ജൂലൈ 2 വധശിക്ഷ റദ്ദ് ചെയ്ത് കോടതി ഉത്തരവ് ഇറക്കിയതിനു ശേഷമുള്ള സുപ്രധാന ഉത്തരവാണ് അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നതെന്ന് സഹായ സമിതി നേതാക്കൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേസിന്റെ നടപടികൾ ഇന്ത്യൻ എംബസിയും റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തുവൂരും പ്രതിഭാഗം വക്കീലും കൃത്യമായി പിന്തുടരുന്നുണ്ടെന്നും ഓരോ ദിവസവും ബന്ധപ്പെട്ട ഓഫീസുകളിലെത്തി പുരോഗതി വിലയിരുത്തുന്നുണ്ടെന്നും സമിതി ചെയർമാൻ അറിയിച്ചു. ദിയാദനം നൽകിയതോടെ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അനുരജ്ഞന കരാറിൽ ഒപ്പുവെച്ചതോടെയാണ് റിയാദിലെ ക്രിമിനൽ കോടതി വധശിക്ഷ റദ്ദ് ചെയ്തത്. അത് വാദിഭാഗത്തിന്റെ സ്വകാര്യ അവകാശമായതിനാലാണ് ഉടൻ ഉത്തരവിറക്കിയതും. അതേസമയം ജയിൽ മോചനത്തിന് കടമ്പകൾ ഏറെയുണ്ടായിരുന്നു. പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടിയിരുന്നു. കേസ് അന്വേഷിച്ച് കോടതി റിപ്പോർട്ട് നൽകുന്ന പബ്ലിക് പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഫയൽ ഞായറാഴ്ച കോടതിയിൽ നൽകിയെന്നാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിച്ചതെന്ന് സിദ്ദീഖ് തുവൂർ വ്യക്തമാക്കി. വൈകാതെ കോടതി മോചന ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും കൂട്ടിച്ചേർത്തു. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ മന്ത്രിതല സമ്മേളനത്തിനിടെ ഇന്ത്യ, റഷ്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായും കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തിയതായി സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ അറിയിച്ചു. റിയാദിലെ GCC ജനറൽ സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്ത് തിങ്കളാഴ്ച രാവിലെയാണ് സമ്മേളനം ആരംഭിച്ചത്. അതിനിടെ മുൻകൂട്ടി നിശ്ചയിച്ചതുപ്രകാരമാണ് സൗഹൃദ രാഷ്ട്രങ്ങളിലെ തന്റെ സമാന ചുമതലയുള്ളവരെ അമീർ ഫൈസൽ കാണുകയും വിശദമായ ചർച്ച നടത്തുകയും ചെയ്തത്. സമ്മേളനത്തിലെത്തിയ ഇതര ഗൾഫ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും ഇതുപോലെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ബ്രസീൽ വിദേശകാര്യമന്ത്രി മൗറോ വിയേറ എന്നിവരുമായി പ്രത്യേകമായാണ് കൂടിക്കാഴ്ചകൾ നടന്നത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 2025 ഹജ്ജ് കർമ്മത്തിന് അപേക്ഷ നൽകുന്നതിനുള്ള സമയം അവസാനിക്കാനിരിക്കെ പ്രവാസികൾക്ക് പ്രത്യേകം ക്വാട്ട ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ പ്രവാസികൾക്ക് ഹജ്ജിന് അവസരം കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യം ഉൾപ്പെടെ പരിഗണിച്ചാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ ക്വാട്ടയിൽ പ്രവാസികൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നത്. വിദേശത്തു നിന്നുള്ള അവസരങ്ങൾ കുറഞ്ഞതിനാൽ തന്നെ നാട്ടിൽ നിന്നും അപേക്ഷ നൽകി കാത്തിരിക്കുന്ന പ്രവാസികൾ നിരവധിയാണ്. പക്ഷേ അപേക്ഷകരുടെ എണ്ണത്തിലെ വർധനവും തെരഞ്ഞെടുപ്പിലെ വിവിധ മാനദണ്ഡങ്ങളും കാരണം പ്രവാസികളുടെ ഹജ്ജിനായുള്ള കാത്തിരിപ്പ് ദീർഘമാവുകയാണ്. ഇതുമൂലം വേണ്ടത്ര പ്രവാസികൾക്ക് അവസരം ലഭിക്കാതെ പോകുന്നു. പ്രവാസികൾക്ക് പ്രത്യേകം ക്വാട്ട നിശ്ചയിച്ചാൽ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുമെന്നാണ് പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഹജ്ജിന് അപേക്ഷിക്കുന്നതിന് പാസ്പോർട്ട് സമർപ്പിക്കേണ്ട കാലാവധി 1 മാസമാക്കി ചുരുക്കിയത് പ്രവാസികൾക്ക് ആശ്വാസമാണ്. നേരത്തെ 3 മാസം മുമ്പ് സമർപ്പിക്കണമായിരുന്നു. ഇതിനു പുറമെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ നിലവിലുള്ള 40 ദിവസം നീളുന്ന ഹജ്ജ് പാക്കേജും പ്രവാസികൾക്ക് യോജിക്കുന്നതല്ല. ജോലിയും സംരംഭങ്ങളും മറ്റുമായി കഴിയുന്ന പ്രവാസികൾക്ക് ഇത്രയും ദിവസം മാറി നിൽക്കുക എളുപ്പവുമല്ല. അതിനാൽ തന്നെ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് മാത്രമുള്ള പ്രത്യേക പാക്കേജുകളും പ്രവാസികൾ ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ ഹജ്ജ് ക്വാട്ടയിൽ തന്നെ അതത് രാജ്യത്തെ എംബസികൾ വഴി ഹജ്ജിന് അവസരം ഒരുക്കണമെന്നതാണ് പ്രവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു നിർദ്ദേശം. ഇതിനു പുറമെ ഹജ്ജിന് ശേഷം പ്രവാസികളായ തീർത്ഥാടകർക്ക് അവർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് തന്നെ നേരിട്ട് മടങ്ങുന്നതിന് അവസരം ഒരുക്കണമെന്നും വിവിധ രാഷ്ട്രങ്ങളിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹം ആവശ്യമുന്നയിക്കുന്നു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 2025 ഹജ്ജ് കർമ്മത്തിന് ഇതുവരെ ഓൺലൈനായി 4060 പേരാണ് അപേക്ഷ നൽകിയത്. 710 അപേക്ഷകൾ 65 വയസ്സിന് വിഭാഗത്തിലുള്ളതും 342 അപേക്ഷകർ മഹ്റമില്ലാത്ത വനിതകളുടെ വിഭാഗത്തിലും 3008 അപേക്ഷകൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുമാണ്. വാതിൽ നിർമ്മാണ കരാർ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനം ഉപഭോക്താവിന് 7870 റിയാൽ നൽകണമെന്ന് ഉപഭോക്തൃ വിഭാഗം ഉത്തരവിട്ടു. വടക്കൻ ഷെർക്കയിൽ ഉപഭോക്താവിന്റെ പരാതിയിലാണ് നടപടി. പണം വാങ്ങി ഡെലിവറി ദിവസത്തിന് മുന്നേ സ്ഥാപനം പൂട്ടിയെന്നായിരുന്നു ഉപഭോക്താവിന്റെ പരാതി. സൗദിയിൽ സുരക്ഷാ ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് 18 നിബന്ധനകൾ സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ വൻതുക പിഴ ലഭിക്കും.
CCTV ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ 20,000 റിയാലാണ് പിഴ. ഇത്തരം വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ സംബന്ധിച്ച വിശദവിവരം ഇത്തരം പിഴ അടക്കാൻ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഈഫ ആപ്പിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞാലും 20,000 റിയാൽ പിഴ ചുമത്തും. ക്യാമറകളും റെക്കോർഡിംഗ് സംവിധാനവും കേടുവരുത്തിയാൽ 20,000 റിയാലാണ് പിഴ. പൊതുസുരക്ഷാ വകുപ്പിന്റെ അനുമതി വാങ്ങാതെ തെർമൽ ക്യാമറകൾ സ്ഥാപിച്ചാൽ 10,000 റിയാലാണ് പിഴ. ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ക്യാമറകളും അനുബന്ധ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചാൽ 500 റിയാലാണ് പിഴ. ലേഡീസ് ബ്യൂട്ടി പാർലറുകൾ, സ്പാകൾ, വിവിധതരം ക്ലബ്ബുകൾ എന്നിവയ്ക്കുള്ളിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കൽ, ഹോട്ടലുകളും ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകളും അടക്കമുള്ള ടൂറിസ്റ്റ് താമസ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, മെഡിക്കൽ പരിശോധനാ മുറികളിലും ഫിസിയോതെറാപ്പി മുറികളിലും കിടത്തി ചികിത്സയ്ക്കുള്ള മുറികളിലും വസ്ത്രം മാറുന്ന മുറികളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, പൊതുസുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണം പ്രവർത്തിപ്പിക്കൽ, ടോയ്ലറ്റുകൾക്കകത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ എന്നീ നിയമലംഘനങ്ങൾക്കും 10,000 റിയാലാണ് പിഴ. CCTV സ്ഥാപിച്ചിരിക്കുന്നത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപനത്തിന്റെ മുഴുവൻ പ്രവേശന കവാടങ്ങളിലും പുറത്തേക്കുള്ള വഴികളിലും സ്ഥാപിച്ചില്ലെങ്കിലും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ക്യാമറകൾ സ്ഥാപിച്ചില്ലെങ്കിലും 1000 റിയാൽ പിഴ ചുമത്തും. നിയമം അനുശാസിക്കുന്ന കാലം വരെ ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ 5,000 റിയാലാണ് പിഴ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ പൊതുസുരക്ഷാ വകുപ്പിന്റെയോ കോടതി ഉത്തരവിന്റെയോ അനുമതിയില്ലാതെയും അന്വേഷണ ഏജൻസികളുടെ അപേക്ഷ കൂടാതെയും ക്യാമറ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയോ മായ്ച്ചു കളയുകയോ ചെയ്യുന്നതും കുറ്റകരമാണ്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജിദ്ദ മുനിസിപ്പാലിറ്റി നടത്തിയ പരിശോധനയിൽ അസീസിയ ജില്ലയിൽ നിന്നും കാറിൽ സൂക്ഷിച്ച നിലയിൽ 290 കിലോ കേടായ മത്സ്യം പിടിച്ചെടുത്തു. നഗരത്തിലെ താമസക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മുനിസിപ്പൽ നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി മുനിസിപ്പാലിറ്റി നടത്തുന്ന പരിശോധനാ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധനയെന്ന് മുനിസിപ്പാലിറ്റി മേയർ വ്യക്തമാക്കി. ആരോഗ്യപരമോ വാണിജ്യപരമോ ആയ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബലദി ആപ്ലിക്കേഷൻ വഴിയോ 940 എന്ന നമ്പർ വഴിയോ വിവരം അധികൃതരെ അറിയിക്കാൻ മുനിസിപ്പാലിറ്റി അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി വിവിധ പരിശോധനാ പര്യടനങ്ങൾ ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിലെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവ്. ഈ വർഷത്തിന്റെ ആദ്യ 7 മാസത്തിൽ 2.3 ദശലക്ഷം സന്ദർശകരാണ് ഒമാനിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ UAEയിൽ നിന്നാണ് എത്തിയത്. 7,14,636 എമിറാത്തികളാണ് ഈ കാലയളവിൽ ഒമാൻ സന്ദർശിച്ചത്. 3,67,166 ഇന്ത്യക്കാരും 1,39,354 യമനികളും ജർമ്മൻ സ്വദേശികൾ 79,439 എന്നിങ്ങനെയാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യക്കാർ. ഇതേ കാലയളവിൽ ഏകദേശം 4.7 ദശലക്ഷം സന്ദർശകർ രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്തു.